ഇവിടെ നമ്മുടെ പാലിയേറ്റീവ് കെയർ പ്രോജക്റ്റ് ആരംഭിച്ചിട്ട് 1 വർഷം തികയുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. ഇത് തുടങ്ങുന്നതിന് വേണ്ടി പല തടസ്സങ്ങളുണ്ടായിരുന്നപ്പോൾ ആ തടസ്സം ഒന്ന് നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഹോദരൻ പദ്ധതിയുടേതായ കൈത്താങ്ങൽ നൽകിയത്. അത് നമ്മുടെ ഈ സാഹചര്യങ്ങളനുസരിച്ച് എത്രമാത്രം നീണ്ടു നിൽക്കുമെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഏതായിരുന്നാലും 1 വർഷം കഴിഞ്ഞു എന്നുള്ളതിലൊരു സന്തോഷം. അപ്പോൾ അതിനൊരു ഭാവി ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുറ്റുപാടുമുള്ള സന്നദ്ധ സംഘടനകളിൽ നിന്ന് അനേകർ ഈ ലോക പാലിയേറ്റീവ് ഡേയിൽ ഇവിടെ വന്നു എന്നുള്ളതും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പാറേട്ട് ഹോസ്പിറ്റൽ അതിൻ്റെ സർവോന്മുഖമായ അഭിവൃദ്ധിയെ ലാക്കാക്കിക്കൊണ്ട് പലതരത്തിലുള്ളതായ പ്രോജക്റ്റുകൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സ്ഥലപരിമിതി ഉണ്ടെന്ന് നമുക്കറിയാം. എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നതായ രീതിയിൽ ഇത് ഈ പ്രദേശത്തിന് എല്ലാം പ്രയോജനപരമായ രീതിയിൽ വളർന്നു വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എത്രമാത്രം സന്നദ്ധ സംഘടനകൾ പാലിയേറ്റീവ് കെയറിൽ പ്രവർത്തിച്ചാലും മതിയാവുകയില്ല ഇന്നത്തെ ഒരവസ്ഥയിൽ. അതുകൊണ്ട് ഈ ചുറ്റുപാടും ഇത്രയും ആളുകളെ 18 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം വന്നു. കൂടുതൽ യൂണിറ്റുകൾ ഉണ്ടായിരിക്കാം, പലർക്കും വരുവാൻ സാധിച്ചിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ടോട്ടൽ പാലിയേറ്റീവ് മിനിസ്ട്രിയാണ് യേശുവിൻ്റേത്. മെൻ്റലി ആൻഡ് ഫിസിക്കലി ഹീലിംഗ് എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിച്ചത്. എല്ലാ തരത്തിലും പിന്നോക്കം പോകുന്നതായ മാനസികാവസ്ഥ, തിന്മയുടേതായ സ്വാധീനം, അതുകൊണ്ട് അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാനുള്ള സതുപദേശങ്ങളാണ് യേശുവിൻ്റെ സന്ദേശം നമുക്ക് തരുന്നത്. എങ്ങനെ നല്ല മനുഷ്യരായി ജീവിക്കാം, അങ്ങനെ നമ്മുടെ മനസ്സൊരുക്കം എങ്ങനെ ഉണ്ടാവണം, ദൈവരാജ്യത്തിൻ്റെ മക്കളായി നമുക്കെങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളത് എൻ്റെ പർവ്വത പ്രസംഗങ്ങളിൽ കൂടി, പ്രത്യേകിച്ചും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ കൂടി നമ്മൾ വായിക്കുന്നുണ്ട്. എങ്ങനെ നല്ല ഒരയൽക്കാരനായി ജീവിക്കാം. തനിയെ ജീവിക്കുവാനായിട്ട് ആർക്കും അവകാശമില്ല, ആരെക്കൊണ്ടും സാധിക്കുകയുമില്ല. അമ്മയുടെ ഉദരത്തിൽ നാമൊക്കെ ആകുന്നതായ സമയം മുതൽ ഇന്ന് 60, 70, 80, 100 വയസ്സ് വരെ നമ്മൾ ജീവിച്ചാൽ ഓരോ നിമിഷവും അനേകരുടെ സഹായം കൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാൻ ഒക്കൂ. സ്വന്തമായി ആരും ജീവിക്കുന്നില്ല. അനേകായിരങ്ങളുടെ സഹായവും സഹകരണവും വേണം. പണം നമുക്കുണ്ടായതുകൊണ്ട് പണം ഒരിക്കലും നമ്മളെ സൗഖ്യമാക്കുകയില്ല. അതിന് ഡോക്ടർമാർ വേണം, നഴ്സുമാർ വേണം, മെഡിസിൻ വേണം. അതുകൊണ്ട് പണം ശരീരത്തിൽ കെട്ടിവെച്ചാൽ നമുക്ക് സൗഖ്യം ഉണ്ടാവില്ല. അപ്പോൾ അനേകം ആളുകളുടെ
സഹകരണമാണ് ആവശ്യം. അതുതന്നെയാണ് കർത്താവും ചെയ്തത്. തന്നെ സമീപിക്കുന്ന സാധാരണക്കാർക്ക് അവരുടെ മോറലായുള്ള അധപ്പതനത്തെ എങ്ങനെ ഉയർത്താമെന്നുള്ളത് ഉപദേശങ്ങൾ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ അവരുടെ ശാരീരികമായ അസ്വസ്ഥതകളിൽ നിന്ന് അവരെ സ്വതന്ത്രരാക്കുന്നതും, ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. രണ്ടും കൂടെ ചേരുന്നതാണ് സമഗ്രമായ രക്ഷയെന്ന് പറയുന്നത്. അല്ലെങ്കിൽ കർത്താവ് ഉപദേശം മാത്രം പറഞ്ഞിട്ട്, നല്ലവരായി ജീവിക്കാനുള്ള ഉപദേശങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോകാൻ, അങ്ങനെയല്ല. മാനസികവും ശാരീരികവുമായ സൗഖ്യം മനുഷ്യനുണ്ടാവണം. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് സമഗ്രമായ രക്ഷയെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് അത് ഒരു വലിയ ശുശ്രൂഷയായിട്ടെടുത്തത്. ശാരീരിക അസ്വസ്ഥതകളുള്ളവരെ സൗഖ്യമാക്കുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവിനെ അങ്ങോട്ട് ചെന്ന് കണ്ടവർ അനേകരുണ്ടെങ്കിലും കർത്താവ് അങ്ങോട്ട് ചെന്ന് കണ്ടവരുണ്ട്. കർത്താവിനെ കാണാൻ വന്നവർ അനേകർ സൗഖ്യമായിട്ടുണ്ട്. കുരുടന്മാരും മുടന്തന്മാരും കുഷ്ഠരോഗികളുമൊക്കെ. എന്നാൽ അവിടെ ഒരു കുളത്തിനകത്ത് സൗഖ്യം പ്രാപിക്കാനായിട്ട് കാത്തു കിടന്ന മനുഷ്യനെ അങ്ങോട്ട് ചെന്ന് കാണുകയാണ്. ആ കുളത്തിൽ അനേകർ വന്ന് സൗഖ്യം പ്രാപിക്കുന്നതാണ് ബെത്സയിദയിൽ. അതുകൊണ്ട് അവിടെയോട്ട് യേശുവിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം യേശു അവിടെ സൗഖ്യം പ്രാപിക്കാൻ പോകേണ്ട കാര്യമില്ല. പക്ഷേ യേശു അവിടെ പോയത് ആ രോഗിയെ കാണാനാണ്. അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് അവനെ കണ്ട് അവനെ സൗഖ്യപ്പെടുത്തുക ചെയ്യുന്നത്. അതാണ് നമ്മുടെ പാലിയേറ്റീവ് കെയറിൻ്റെ സന്ദേശമെന്ന് പറഞ്ഞത്. ബെത്സയിദ കുളത്തിലുള്ള അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ സൗഖ്യമാക്കും. അവന് നിൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കുകയില്ല. അവിടെ ചെല്ലുമ്പോഴും ആ രോഗി പറയുന്നത് എന്താണ്? വന്നിരിക്കുന്നയാൾ എന്നെ സൗഖ്യമാക്കാൻ കഴിയുമോ, നിനക്കെങ്ങനെയും എന്നെ സൗഖ്യമാക്കാൻ കഴിയുമോ എന്നല്ല ചോദിച്ചത്. ഈ കുളത്തിൽ ഒരു സമയത്ത് ചാടിയാൽ സൗഖ്യമാകും. കുളം വെള്ളം കൊണ്ട് അത് ഉയരുന്ന സമയത്ത് ഒരു ദൈവദൂതൻ്റെ പ്രവർത്തനമുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ ഒത്തിരി സൗഖ്യമാക്കി. പക്ഷേ വളരെ വർഷങ്ങളായിട്ട് ഈ കുളത്തിൻ്റെ അടുത്ത് കിടക്കുകയാണ്. തന്നെ ഇറങ്ങിപ്പോകാൻ പറ്റുന്നില്ല. കാലും കൈയും ഒന്നും അവിടേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആദ്യം ഇറങ്ങുന്നയാളിനാണ് സൗഖ്യം കിട്ടുന്നത്. അപ്പം വരുന്നവർ സൗഖ്യമായി പോകുന്നുണ്ട്. പക്ഷേ ഇയാൾ ഇത്ര നാൾ കാത്തു കിടന്നിട്ടും അവിടെ അദ്ദേഹത്തെ കൊണ്ടുചെല്ലാൻ ആരുമില്ല. അപ്പോൾ അതാണ് യേശുവിൻ്റെ സന്ദേശം. അവനെ ചെന്ന് കണ്ട് അവനെ സൗഖ്യമാക്കുക. പാലിയേറ്റീവ് എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ അടുത്തേക്ക് വരാൻ സാധ്യമല്ലാത്ത രോഗികളെ, എപ്പോഴും നമ്മുടെ പരിരക്ഷ ആവശ്യമായിരിക്കുന്നവരെ ചെന്ന് കണ്ട് സൗഖ്യമാക്കുകയാണ്. പത്രോസിൻ്റെ അമ്മാവിയമ്മയും ചെന്ന് കണ്ട് സൗഖ്യമാക്കിയതാണ്. ശമറിയാക്കാരനും ചെയ്തത് കള്ളന്മാരാൽ പിടിക്കപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ ചെന്ന് കണ്ട് സൗഖ്യമാക്കുകയാണ്. ഇതുകൊണ്ടാണ് പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പിതാവാം ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി എന്ന് പറയുന്നത് അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നു എന്നുള്ളത്. ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെ താൻ സൂക്ഷിക്കുന്ന ഭാവം അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുക എന്നുള്ളതാണ് പിതാവാം ദൈവത്തിൻ്റെ മുമ്പാകുള്ള ഭക്തി. അതുകൊണ്ട് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് പിതാവാം ദൈവത്തിൻ്റെ മുമ്പാകെയുള്ള ഒരു ഭക്തിയുടെ മാനിഫെസ്റ്റേഷനാണ്, പ്രകടനമാണ്.
അതാണ് നമുക്ക് ഇവിടെ പഠിക്കുവാനായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് യേശുവിൻ്റെ സ്ഥാനത്ത് യേശുവിന് പകരമായി ചെയ്യുന്നതാണ്. യേശുവിൻ്റെ കൈകൾ അന്ന് ഉണ്ടെങ്കിൽ ഈ 2000 വർഷത്തിന് ശേഷം ഇന്നും നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ കൈകളായിട്ട് പ്രവർത്തിക്കുക. അങ്ങനെ യേശുവിൻ്റെ കൈകളായി പ്രവർത്തിക്കുന്നതായ സമയത്താണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ സൗഖ്യം നടത്തുക. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവും. സ്പെയിനിലൊരു മനുഷ്യൻ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രതിമയുണ്ടാക്കിയപ്പോൾ ആ പ്രതിമയുടെ കാലും എല്ലാം യേശുവിൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചു. പക്ഷേ ആ പ്രതിമയിൽ, മാർബിൾ കൊണ്ടുണ്ടാക്കിയ പ്രതിമയിൽ 2 കാര്യമില്ല. 2 കൈയില്ല. കാലുണ്ട്, കണ്ണുണ്ട്, മുഖമുണ്ട്, ഇതെല്ലാം ഉണ്ട് പ്രതിമയ്ക്ക്. 2 കൈയില്ല. ഇതെന്താ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു പ്രതിമ ഉണ്ടാക്കിയതെന്ന് എല്ലാവരും അങ്ങനെ ഒരു വിഷമിച്ചു. എന്താ ഇയാൾ ഇങ്ങനെ ഉണ്ടാക്കിയത്? ഇയാളൊരു വലിയ ആർട്ടിസ്റ്റായെന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, യു ടേൺ അറൗണ്ട്. നമ്മൾ ടേൺ അറൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ടിലായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രതിമയുടെ പുറകിൽ ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ എഴുതിയിരിക്കുന്നത്, യു ആർ ദ ഹാൻഡ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളാണ് യേശുവിൻ്റെ കൈകൾ. അതുകൊണ്ടാണ് ഞാൻ കൈ അവിടെ ഉണ്ടാക്കി വെക്കാത്തത്. യു ആർ ദ ഹാൻഡ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ട് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് വി ബിക്കം ഹാൻഡ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ കൈകളായി നാം മാറുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. ചെന്ന് കാണുവാനുള്ളതായ മനസ്സ്. അനേകം ആളുകൾ, അത് ഏത് സമുദായത്തിൽപ്പെട്ടവരാകട്ടെ, മതത്തിലാകട്ടെ, ഏത് വിശ്വാസത്തിലുള്ളവരാകട്ടെ, എവിടെയും ദൈവമുമ്പാകെയുള്ള ഭക്തി എന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. ദൈവമുമ്പാകെയുള്ള ഭക്തി അവരെ ചെന്ന് കാണുക. ദൈവത്തിൽ വിശ്വസിക്കാത്തവർ ആരുമില്ല. എല്ലാവരും ഒന്നല്ലെങ്കിൽ വേറൊരു മതത്തിൽ കൂടി ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമുമ്പാകെയുള്ള ഭക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൈകളായി പാലിയേറ്റീവ് കെയർ കൂടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ ഒരു ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്നത്. സഹോദരൻ പദ്ധതിയും അത് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇത് മാത്രമല്ല, പല അനേക കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൊരു പ്രാധാന്യം കൊടുത്ത് ഇതിനു വേണ്ടി ഒരു പ്രോജക്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതിനാണ് അത് സഹോദരൻ പദ്ധതിയുടെ ദേവലോകം കേന്ദ്രമാക്കിക്കൊണ്ട് നടത്താനും ചെറിയ പള്ളിയിലെ 1-2 ഡോക്ടർമാരും മറ്റുള്ളവരുമൊക്കെ അതിന് സന്നദ്ധരായി വന്ന സമയത്താണ് ഇവിടെ ആ പാലിയേറ്റീവ് കെയർ സെൻറ്റർ നടത്തിയാലോ എന്നുള്ള ആലോചന സഹോദരൻ പദ്ധതിയുടെ കേന്ദ്ര നേതാക്കൾ ആലോചിച്ചത്. അത് ഇവിടെ ഇപ്പോൾ പാറേട്ട് ഹോസ്പിറ്റലിൻ്റെ ചുമതലക്കാരോട് പറഞ്ഞപ്പോൾ അവർ സന്തോഷമായി സ്വീകരിച്ചു. അങ്ങനെയാണ് ഇതൊരുമിച്ച് വരുവാൻ കാരണമായത്. ഏതായിരുന്നാലും അത് വളരെ പ്രയോജനകരമായി ആളുകൾക്ക് പ്രയോജനമായി തീരുന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. കൂടുതൽ അതിൻ്റെ പ്രവർത്തന മേഖല വ്യാപിപ്പിച്ച് കൂടുതൽ ആളുകൾക്ക് പ്രയോജനമുണ്ടാകുവാൻ നമ്മുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവണം. തിരുമേനി ഓർമ്മിപ്പിച്ചതുപോലെ ഓരോ മനുഷ്യനും തന്നാലാകുന്ന രീതിയിലുള്ള സഹകരണം കൊടുത്താൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ ഒരു ദൈവ ശുശ്രൂഷയാണ്. ആ ദൈവ ശുശ്രൂഷ നിർവഹിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയാവട്ടെ എന്ന് മാത്രം ആശംസിച്ച് പ്രാർത്ഥിച്ച് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.